റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്ത കാര്യങ്ങൾ അത് സ്വഹാബത്ത് നബിൻ്റെ പിന്നാലെ ശ്രദ്ധിച്ച് നബിയിൽ നിന്ന് അത് പകർത്തപ്പെടുകയാണ് ചെയ്തത് അവരുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ അധികം വലിയ പ്രസംഗ പരമ്പരയൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ വാക്കുകളിൽ കൂടിയുള്ള ദഅവത്തിനേക്കാൾ ഏറ്റവും പ്രധാനമായത് ആ ദഅവത്ത് ചെയ്യപ്പെടുന്നതായ പ്രബോധകൻ്റെ ജീവിത രീതി അവരെ പിൻപറ്റിയവരിലേക്ക് പകർത്തപ്പെടുക. അതായിരുന്നു മഹാന്മാരാകുന്ന സഹാബത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നാലെ ഒപ്പം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ അനക്കങ്ങളും അടക്കങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി. ആ പകർത്തപ്പെട്ടതായിരുന്നു അവർ പിന്നീട് അവരെ ശേഷമുള്ള തലമുറയിലേക്ക് അവർ പകർന്നു കൊടുത്തു. അപ്പോൾ പ്രബോധനത്തിൽ ഏറ്റവും ആവശ്യമായ സംഗതി പ്രബോധകൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ആ ഇസ്തിഖാമത്ത്, ആ വിശുദ്ധത, അതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊക്കെ വഴിപ്പെടുക. അത് നിർബന്ധമായ കൽപ്പനകൾക്ക് വഴിപ്പെട്ടാൽ മാത്രം പോരാ, നിർബന്ധമായ കൽപ്പനകൾക്ക് ഏതായാലും വഴിപ്പെടണം, സുന്നത്തായ കൽപ്പനകൾക്ക് വഴിപ്പെടണം, ശരയ്യാവുന്ന ആദാബുകൾ അതിനെ പൂർണ്ണമായും കൊണ്ട് പാലിക്കണം. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവർ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സമയങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി മിസ്വാക്ക് അവരെ കൈവശം അവർ കരുതിയത്. അവർ ഉളുവിൽ ചെയ്യപ്പെടേണ്ടതായ നിർബന്ധമായ സംഗതികളെ മാത്രമല്ല അവർ ചെയ്തത്. അതിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു അവർ ഉണ്ടാക്കിയത്. അവരെ നിസ്കാരങ്ങളും അങ്ങനെ തന്നെ. നിസ്കാരത്തിൽ ഇപ്പോൾ ഫർളായ സംഗതികൾ മാത്രം ചെയ്ത് നിസ്കരിച്ചാലും മതിയല്ലോ, നിസ്കാരം സഹിയാവും. പക്ഷേ അതിൽ സുന്നത്തായി ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫർദിനെയും ഷർത്തിനെയും ഒക്കെ മാത്രം പരിഗണിച്ചാൽ മതി, നിസ്കാരത്തിൻ്റെ സിഹത്ത് സഹിയാവാൻ അത് മതി എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ആ മാഹിയത്ത്, നിസ്കാരം എന്നുള്ള സംഗതി അത് ഉണ്ടാവാനത് മതിയെങ്കിലും, അള്ളാഹുവിൻ്റെ സമീപത്തിൽ എലുമഞ്ച് നിസ്കരിച്ചാന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറയാം, അതിനത് മതി. അതിന് ശറഇൻ്റെ ദൃഷ്ടിയിൽ ശരീഅത്ത് കൽപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ശുറൂത്തുകളും അതിൻ്റെ ഫറൂദുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്താൽ മതി. പക്ഷേ മാർക്കിൽ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയാണ്, മാർക്കിടുന്നിടത്ത് വ്യത്യാസങ്ങളുണ്ടാവും. അതിൻ്റെ ആദ്യം മുതൽ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ആ വരുന്ന വരുത്തിൽ കരുതപ്പെടുന്ന സംഗതികൾ കരുതി അത് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോന്നോടെ മുതൽ നിസ്കരിച്ച് ആ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നത് വരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ആദാബുകൾ, മര്യാദകൾ, സുന്നത്തായ സംഗതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കണം. അപ്പോൾ ഫർള്, സുന്നത്ത്, ഷർത്ത് എന്നൊക്കെ പറയുന്നത് നിർബന്ധമായ സംഗതികൾക്ക് മാത്രം വഴിപ്പെട്ടാൽ പോരാ, അത് നിർബന്ധമായി വഴിപ്പെടേണ്ടതാണ്. സുന്നത്തായ സംഗതികളെയും പരിപൂർണമായും കൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം. ശറയ്യാവുന്ന മര്യാദകളുണ്ടാവും, ആ മര്യാദകളെയും പാലിക്കപ്പെടും. ഹറാമായ സംഗതികളിൽ നിന്ന് മാത്രം ഒഴിഞ്ഞെന്നാൽ പോരാ, കറാത്ത് ഖിലാഫുൽ ഔലയിൽ നിന്നും ഒഴിഞ്ഞിക്കണം. അങ്ങനെ ജീവിതത്തിൽ പൂർണ്ണ നിലക്കുള്ളതായ വിശുദ്ധി ഉണ്ടാക്കി തീർക്കുക. അതാണ് ഇസ്തിഖാമത്ത്.
ആ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമായിരുന്നു മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ പൂർണ്ണമായും കാണപ്പെട്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് ആ സ്വഭാവങ്ങൾ. അതല്ലാത്തൊരു ജീവിത രീതി അമ്പിയായിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ ഔലിയാഹിനെ സംബന്ധിച്ചിടത്തോളം അവരിലും അത് നിർബന്ധമില്ലെങ്കിലും അവൻ ആ ഇസ്തിഖാമത്തിൻ്റെ ശരിയായ രൂപത്തിൽ നിന്നു പോന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാവും. അപ്പം അവരുടെ ജീവിതം ജീവിതത്തിനെ പറ്റി പഠിക്കുക. അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഔലിയ, അവർ എങ്ങനെയാണ് ജീവിച്ചത്. അവർ സർവ്വസമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധം അമ്പിയാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു. ആ ഒരു ബോധം ഇവർക്കുണ്ടാവും, അള്ളാഹുവിൻ്റെ ഔലിയായിരിക്കും. പക്ഷെ അത് നിർബന്ധമില്ല. കാരണം അവർ സാധാരണ മനുഷ്യന്മാരായതുകൊണ്ട് അവർക്ക് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ ചെറിയ നിലക്കുള്ള പ്രയാസങ്ങളുണ്ടാവും. എന്നാലും അവർ അള്ളാഹുവിൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും അവർ ജീവിക്കുക. ഒഹും യഖ്റുജൂന വയദ്ഖുലൂന, അവർ തിരുഹദറത്തിലാണെന്നുള്ള ബോധം അവർക്കുണ്ടാവും. പക്ഷെ സാധാരണ മനുഷ്യത്വ നിലക്ക് ആ തിരുഹദറത്തിൽ അല്ല, ഹദറത്തിൽ തൊട്ട് വിട്ടുകൊണ്ടുള്ള ചില അവസ്ഥയും അവർക്കുണ്ടാവാം. അപ്പോൾ ആ നിലക്ക് അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ നമ്മളെ ജീവിതത്തിലേക്കും പകർത്തപ്പെടാൻ അവരുടെ ചരിത്രങ്ങൾ പിൻതലമുറക്കാർക്ക് പഠിപ്പിക്കപ്പെടണം. അവരോടുള്ളതായ ആ മഹബത്ത്, ആ ബഹുമാനം, ആദരവൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ട് നമ്മൾക്കുള്ള അപൂർണമാവുന്നതായ ഈ ആത്മാവിനെ അത് പൂർണ്ണമാക്കി തീർക്കാനുള്ള ഊർജം, ആ ഊർജം ലഭിക്കപ്പെടാൻ പറ്റിയതായ ഒരു സാഹചര്യമാണ് ഇതുപോലുള്ളതായ ഉറൂസിൻ്റെ വേദികൾ. കാരണം ഈ സദസ്സിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമാവുന്ന ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഇവിടെ ഉണ്ടാവും. ആ വിശുദ്ധാത്മാക്കളോട് കൂടി നമ്മൾ സംബന്ധിച്ച് നമ്മുടെ ആത്മാക്കൾ അത് അപൂർണമായ ആത്മാക്കളായിരിക്കും. നാഖിസത്താവുന്ന ആത്മാക്കളാണ് നമ്മുടെ ആത്മാക്കൾ. അപ്പം നമ്മൾ ഈ അപൂർണമായ ആത്മാക്കളെ ഇവിടെ കൂടിയതായ നമ്മൾ കാണുന്നവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാൻ പറ്റുന്ന നിലക്ക് നമ്മളെ കണ്ണായിക്കാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. അങ്ങനത്തെ പൂർണ്ണാത്മാക്കളോട് കൂടെ ആ സുഹബത്ത് ചെയ്യൽ കൊണ്ടിട്ട് നമ്മൾ ആത്മാവിനും ഒരു ആത്മീയമാവുന്നതായ ഊർജം ലഭിക്കപ്പെടും. ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ആ ശരീരത്തിൻ്റെ ഷഹവാത്തുകൾ, അതിൻ്റെ ആഗ്രഹ വികാരങ്ങളിൽ അതിലേക്ക് വഴിപ്പെടാതെ ആത്മാവിനെ പൂർണ്ണമായും കൊണ്ട് ശുദ്ധീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് സാധാരണക്കാർക്ക് കഴിയൂല. ആത്മാവിൻ്റെ അധീനത്തിലാവണം നമ്മളെ ശരീരം. ശരീരത്തിൻ്റെ അധീനത്തിൽ ആത്മാവ് വരാൻ പാടുള്ളതല്ല. അപ്പോൾ ആത്മാവ് കൊണ്ട് ശരീരത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ഒരു മൂമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അവൻ്റെ ശരീരത്തിൽ ഇത് തോന്നിപ്പിക്കപ്പെടുന്നതായ പല ഇച്ഛകളുണ്ടാവും. അവൻ്റെ വികാരത്തിൻ്റെ, ക്രോധത്തിൻ്റെ ശക്തികളൊക്കെ മനുഷ്യന്മാരിലുണ്ട്. അവൻ്റെ ഓരോ അവയവങ്ങൾക്കും വികാരങ്ങളുണ്ടാവും. വയറിനക്ക് വികാരങ്ങളുണ്ടാവും, കയ്യിനിക്ക് വികാരങ്ങളുണ്ടാവും, കാതിനിക്ക് വികാരങ്ങൾ, കണ്ണിനിക്കൊക്കെ വികാരങ്ങളുണ്ടാവും. ഈ വികാരങ്ങളെ മുഴുവൻ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ശരീഅത്തിൻ്റെ ഭാഷ. അതാണ് ശരീഅത്തിൻ്റെ കൽപ്പന. അങ്ങനെ പക്ഷെ ഇതിനെ സാധിപ്പിച്ചു കൊടുക്കാൻ ശരീഅത്ത് ചില
അതിന് ആവശ്യമാവുന്നതായ ചില ബൗണ്ടറികൾ, ചില മേഖലകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ ഒതുങ്ങണം അവൻ്റെ ഈ ആഗ്രഹത്തിനെ സാധിപ്പിച്ചു കൊടുക്കണ ആ പ്രവൃത്തി. ഇപ്പോൾ കാതിനിക്ക് വികാരങ്ങളുണ്ടാവും. കാതിൻ്റെ വികാരം എന്താ? പലതും കേൾക്കണം എന്നാണ് ഈ കാരണം. എന്നാൽ ചില സംഗതികൾ കേൾക്കൽ അത് ഹറാമായിരിക്കും, കേൾക്കാൻ പറ്റൂല. ചില സംഗതികൾ കേൾക്കൽ അത് കറാഹത്തായിരിക്കും. ചില സംഗതികൾ കേൾക്കൽ അത് ഖിലാഫുൽ ഔലിയായിരിക്കും. അപ്പം കറാഹത്തോ ഖിലാഫുൽ ഔലിയോ ഹറാമോ ആയ സംഗതികൾ അത് ഹറാമ് കേൾക്കണം എന്നാണ് ഈ കാരണം നമ്മളെ ശൈത്താൻ തോന്നിപ്പിക്കാം. അപ്പം ഹറാമിനെ കേൾക്കാൻ ആവശ്യമാവുന്ന അതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമായിരിക്കും ശൈത്താൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിത്തീരാം. ശൈത്താൻ്റെ പ്രചോദനം അതിനായിരിക്കും. അല്ലെങ്കിൽ കറാഹത്തിനെ കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ ഖിലാഫുല്ലവരുടെ കേൾക്കാനായിരിക്കും. കാണാൻ തന്നെ എല്ലാം കാണാൻ പറ്റില്ലല്ലോ, കാണണം. പക്ഷെ കാണാൻ അള്ളാഹു ചില മേഖലകളെ എനിക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ മേഖലയിലുള്ള സംഗതികളെ നീ നോക്കാൻ പാടുള്ളൂ. ആ മേഖലയിലുള്ളത് അല്ലാത്ത നോക്കിയാൽ അത് ചിലപ്പോൾ ഹറാമാവും, ചിലപ്പോൾ അത് കറാത്താവും, ചിലപ്പോൾ ഖിലാഫുൽ ഔലിയാവും. ഇങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളെ അവയവങ്ങൾക്കുള്ള വികാരങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ അള്ളാഹു ചില മേഖലകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ മേഖലയിൽ മാത്രമേ ഈ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ആ മേഖല അല്ലാത്ത മേഖലയിൽ അത് സാധിപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരായിരിക്കും. ഇനി ശിക്ഷ ഒന്നും ഇല്ലെങ്കിലും സംഗതി കറാത്തോ ഖിലാഫുലോ ആവുമ്പോൾ അത് കാരണമായിട്ട് നമ്മുടെ ഈമാൻ്റെ പ്രഭ അത് നശിച്ചു പോകും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ബദലിൽ ഫവായിഷ മാ ദഹറ മിൻഹാ വമാ ബത്തൻ. ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുണ്ടാവുന്ന വൃത്തികേടുകൾ, ആ വൃത്തികേടുകളെ തൊട്ട് നീ ഒഴിഞ്ഞു നിൽക്കണം. നിൻ്റെ ആന്തരികമായ അവയവങ്ങളിൽ ഉണ്ടായിത്തീരുന്ന വൃത്തികേടുകളുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ്റെ വളർച്ചയെ നശിപ്പിച്ചു കളയുന്നതായ ചില വികാരങ്ങളുണ്ടാവും. അതാണ് കിബിർ, അസദ്, ഉജ്ബ് എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായി കൊണ്ട് ഒഴിഞ്ഞിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിൻ്റെ ശരീരത്തിൽ നീ കൊണ്ടുവരാം. അപ്പോൾ ആ ആത്മാവായിരിക്കും നിൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കണത്. അപ്പം നിൻ്റെ ശരീരങ്ങൾക്കുണ്ടാവുന്നതായ ഇതുപോലുള്ള ക്രോധത്തിൻ്റെയോ വികാരത്തിൻ്റെയോ അതിൽ നിന്ന് ഉത്ഭൂതമാവുന്നതായ വൃത്തികേടുകൾ, ആ വൃത്തികേടുകൾക്ക് വേണ്ടി ചെയ്യാൻ നിൻ്റെ ആത്മാവ് നിന്നെ സമ്മതിക്കൂല. അപ്പം ആത്മാവ് ഒരു പവറുള്ള സാധനമാണ്. അത് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് ശരീരത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയതൽക്ക് ആത്മാവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരണം. അങ്ങനെ ഉയർത്തിക്കൊള്ളുന്നില്ലെങ്കിൽ ആത്മാവിനെ ഈ ശരീരം നിയന്ത്രിക്കുന്നതായ ഒരവസ്ഥയിലേക്കാണ് ഇക്കാരം എത്തിപ്പെടുക. അതുകൊണ്ടുള്ള ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് അത് വിശുദ്ധാത്മാവട്ടെ അല്ലാത്ത ആത്മാവട്ടെ, ആത്മാവിന് പ്രത്യേക ചില പവറുകളുണ്ടോ. ആ പവറ് സാധാരണ ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള സമയത്തുണ്ടായിത്തീരുന്ന പവറാവില്ല. അപ്പോൾ ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ആ ആത്മാവിനെ വിശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ നിൻ്റെ ശരീരം കൊണ്ട് നിനക്ക് കേൾക്കാനും കാണാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു അതിരുകളുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കിക്കടയിൽ ഇവിടുന്ന് അവിടെ ഉള്ളതേ വരെ കാണാൻ കഴിയുള്ളൂ. കണ്ണിന് കാഴ്ച കുഴപ്പമില്ല. ആ മതിലിൻ്റെ അപ്പുറമുള്ളത് കാണാൻ കഴിയൂല. ഈ കൈകൊണ്ട് എത്തുന്ന സ്ഥലത്തുള്ളതേ പിടിക്കാൻ കഴിയുള്ളൂ, അതിൻ്റെ അപ്പുറമുള്ളത് പിടിക്കാൻ കഴിയും.
ഈ ചെവിടുകൊണ്ട് കേൾക്കാൻ എത്ര ദൂരത്ത് കേൾക്കാൻ കഴിയുമോ അത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ളത് കേൾക്കാൻ കഴിയില്ല. ഇതൊക്കെ ആത്മാവ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ശരീരം വന്നിട്ടില്ലെങ്കിലുള്ള അവസ്ഥയാണ്. നേരെ മറിച്ച് ആത്മാവ് ശരീരത്തിൽ വന്നു കഴിഞ്ഞു, ഈ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ശരീരമായി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ കാണപ്പെടുന്ന ബാഹ്യമാവുന്ന അവയവങ്ങളിലേക്ക് നിനക്ക് ആവശ്യം ഉണ്ടാവില്ല. ആത്മാവ് കൊണ്ടായിരിക്കും നീ കേൾക്കുക. അതാണ് ലോകത്തുള്ള ഏത് ശബ്ദങ്ങളും അപ്പം കേൾക്കാൻ കഴിയും. കാരണം ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണ്. ഇപ്പം കണ്ടില്ലേ, മരിച്ച് മറവ് ചെയ്യപ്പെട്ടാൽ അവിടെ ചോദ്യം ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? എല്ലാ നബിമാരെയും അടിസ്ഥാനപരമായ വിശ്വാസമാണ് മരണത്തിൻ്റെ ശേഷം ചോദ്യം ഉണ്ടാവും ഖബറിൽ. ആ ചോദിക്കപ്പെടുമ്പോൾ അവിടുന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല കാര്യവും ചോദിക്കും. മാ ഇൽമുക ബിഹാദർ റജുൽ എന്ന് പറയും. ഈ മനുഷ്യരെ പറ്റി നിനക്ക് എന്താ അറിയാമെന്നാ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ്? റസൂലുള്ളാഹിയെ പറ്റിയാണ് ചോദിക്കേണ്ടത്. അത് മലക്കുകൾ ചോദിക്കാൻ വരുമ്പോൾ അവർ ദാനം വിളിക്കുമ്പോൾ തന്നെ ഒരു സജ്ജി എടുത്ത് സജ്ജിയിൽ റസൂലുള്ളാഹിയുടെ ഫോട്ടോ എടുത്ത് നടക്കല്ല. അപ്പം മാ ഇൽമുക ബിഹാദർ റജുൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ പറ്റി നിനക്ക് എന്താ അറിയാമെന്ന. ഈ മനുഷ്യനാണ്, ആ മനുഷ്യനല്ല. അപ്പോൾ നിൻ്റെ ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിക്ക് പ്രത്യേകമാവുന്ന ഒരു പവറുണ്ടാവും. അത് വിശുദ്ധാത്മാവട്ടെ അല്ലാത്ത ആത്മാവട്ടെ. അത് നല്ല ആളുകൾ മരിച്ചു പോകട്ടെ, അല്ലാത്തവൻ മരിച്ചു പോകട്ടെ, അവനോട് ചോദ്യം ഉണ്ടാവും എല്ലാവരോടും. ആ ആളെ പറ്റി എന്താ അറിയാമെന്നല്ലേ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ റസൂൽ എവിടെയുള്ളത് അവൾക്ക് ചൂണ്ടി ചോദിക്കാമെന്ന് പറയാം. ഇത് ഈ മനുഷ്യനെ പറ്റി എന്താ അറിയാമെന്ന്. അപ്പം ആത്മാക്കൾ ആ ലോകത്ത് ആത്മാക്കൾ തമ്മിൽ ഒരു വിദൂരത എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ആത്മാവ് മറ്റൊരു ആത്മാവിനെ തൊട്ട്, ഇപ്പം ഞാൻ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളിവിടെ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ 3 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരം എന്ന് പറയാം. ആത്മാക്കളുടെ ലോകത്ത് അതില്ല എന്നാണ് പറയണത്. അപ്പം ആത്മാവ് വിശുദ്ധാത്മാവട്ടെ അതല്ല അവിശുദ്ധാത്മാവട്ടെ, ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടുപിരിയുമ്പോൾ ആത്മാവിനൊരു പവറുണ്ടാവും. അതോടൊപ്പം ആത്മാവ് വിശുദ്ധാത്മാവാണെങ്കിലോ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ആത്മാവിനിക്ക് ശരീരത്തിലുള്ളതാവുന്ന ബാഹ്യമാവുന്ന അവയവങ്ങളിലേക്ക് ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം. ഇതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ. അവരവരെ ആത്മാവിനെ ശുദ്ധീകരിച്ചു ആത്മാവ് കൊണ്ട് കേൾക്കാനും ആത്മാവ് കൊണ്ട് ശരീരത്തിൽ ആത്മാവ് ഉണ്ടാകുമ്പോൾ തന്നെ ആത്മാവ് കൊണ്ട് കേൾക്കാനും ആത്മാവ് കൊണ്ട് കാണാനും ഒക്കെ ആത്മാവ് കൊണ്ട് സഞ്ചരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിൽ അവരെ ആത്മാവായി തീർന്നു. അപ്പോൾ അതിലേക്ക് അവരെ ശരീരത്തിൽ അവർ വൈപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരീരം ആത്മാവിലേക്ക് വൈപ്പെടാം, അല്ലാതെ ആത്മാവ് ശരീരത്തിലേക്ക് വൈപ്പെടല്ല വേണ്ടത്. ഈ നിലക്ക് ആത്മാവിനെ വിശുദ്ധമാക്കിയവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, അള്ളാഹുവിൻ്റെ ഔലിയാ. അവരുടെ ജീവിതം അത് പൂർണ്ണമായി നമുക്ക് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ ഒരു മാതൃകയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞതുപോലെ വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ തന്നെ. അപ്പം നബിയെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ പുരുഷന്മാർ, അമ്പിയാക്കന്മാർ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന പുരുഷന്മാരായതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാവും മാതൃകയാക്കപ്പെടാൻ പറ്റുന്നവരാണ്. അപ്പം അവരുടെ ആ ജീവിതത്തിനെ നമ്മൾ ഒന്ന് സ്മരിച്ച് അതിനെ ഒന്നും കൂടി ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ ആത്മീയമായി കൊണ്ട് ഉദ്ധരിക്കാൻ ആവശ്യമാവുന്ന ഒന്നാണ് ഈ ഉറൂസിൽ കൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു, വിശുദ്ധാത്മാക്കളോട് കൂടെ കൂടിച്ചേരുമ്പോൾ, പൂർണ്ണമായ ആത്മാക്കളോട് കൂടെ കൂടിച്ചേരുമ്പോൾ
അപൂർണമായ നമ്മളെ ആത്മാക്കൾക്ക് ഒരു ഉത്തേജനം, ഒരു പ്രത്യേകമാവുന്നതായ ഒരു പ്രത്യേക ഒരു ഉന്മേഷം, ആത്മീയമാവുന്ന ഒരു ഉയർച്ച ലഭിക്കപ്പെടും. അതാണ് ഉറൂസിൽ കൂടി ലഭിക്കപ്പെടുന്ന മറ്റൊന്ന് മരണപ്പെട്ട മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ അമ്പിയാവൊക്കെ അവരുടെ ആത്മാക്കൾ വിശുദ്ധ ആത്മാക്കളായതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവരെ മുൻനിർത്തി പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ എന്താക്കുക, ദുആ ചെയ്യുക. ആ ദുആന അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മിക്കവാറും ആ ദുആക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇജാബത്ത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെയാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉറൂസിൽ കൂടി നമ്മൾ മനസ്സിലാക്കാത്ത ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കപ്പെടും. അതോടുകൂടെ ഇതേപോലുള്ളതായ നസീഹത്തിൻ്റെ നസീഹത്തുകൾ, സിയാറത്തുകൾ, നല്ല ദിക്റുകളെ കൊണ്ടിട്ട് നമ്മൾക്ക് ദിക്റ് ചെല്ലാനുള്ളതായ ഒരവസരം ഇതൊക്കെ ലഭിക്കപ്പെടുകയാണ്. അപ്പം എന്തുകൊണ്ടും നന്മകൾ മാത്രം വർഷിക്കപ്പെടുന്നതായ ഒരു വിശുദ്ധമായ മജ്ലിസാണ് ഉറൂസിൻ്റെ മജ്ലിസ്. അതിൻ്റെ ആ പുണ്യവും അതിൽ നിന്നുള്ളതായ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി, അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അങ്ങനെ നമ്മളെ ജീവിതത്തിനെ അത് പൂർണ്ണമായും കൊണ്ടിട്ട് അതിനെ മാറ്റിയെടുത്ത് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വരണം. കാരണം ഈമാൻ്റെ ആ പ്രകാശം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. ഈമാൻ വളരാൻ പറ്റിയതായ ഒരു സാഹചര്യം നമ്മളൊക്കെ ഹൃദയത്തിൽ ഇല്ലാതെയാവുകയാണ്. നമ്മളെ ശരീരം അതിന് പറ്റാത്തൊരു ശരീരമായി കൊണ്ട് പോവുകയാണ്. ഈമാൻ അവിടെ ഉണ്ട്, അതൊരു ശരിയാണ്. പക്ഷേ ആ ഈമാനിനെ വളർത്തി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ നിലക്ക് നമ്മളെ ഹൃദയത്തിലുള്ള ഈമാൻ, അതിൻ്റെ ആ പ്രകാശം അത് മങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ പ്രകാശം മങ്ങിപ്പോവാൻ പാടുള്ളതല്ല. അതിനെ പ്രകാശപൂരിതമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് ഉപകരിക്കുന്നതായ സദസ്സുകളാവട്ടെ, ഇതുപോലുള്ളതായ ഉറൂസിൻ്റെ സദസ്സുകളിൽ നിന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ജനുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ നിങ്ങളുടെ ഈ പ്രദേശമായ കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അതിന് എല്ലാവരും ഫെബ്രുവരി 24 മുതൽ 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിലായിക്കൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. അതിൽ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ വന്ന് പങ്കെടുക്കണം. അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനമാണ്. വിദേശത്തുള്ള പല പണ്ഡിതന്മാരും പ്രമുഖ വ്യക്തികളൊക്കെ സംബന്ധിക്കും. അതിന് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അതിന് വേണ്ട സഹകരണം ഈ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനത്തിനെ വമ്പിച്ച വിജയമാക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇസ്സത്തും അതിൻ്റെ അന്തസ്സൊക്കെ ഉയർത്തപ്പെടാനൊക്കെ ഉപകരിക്കുന്നതായ ഒരു സമ്മേളനമായി കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യാണ്. മറ്റൊന്ന് മുട്ടുന്തല മക്കാം ഉറൂസ് സഹകാരില്ലേ, എന്താണ് ഇർഷാദ് എംഎച്ചിൻ്റെ പിതാവ് എംഎച്ച് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഖബറിടം സുഖപുകാവനാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر له، اللهم ارحمه، اللهم اعف عنه، اللهم اكرمه، اللهم لا تفضحه يوم الحساب، اللهم ادخله الجنة، اللهم اعذه من عذاب القبر،
ومن فتنته ومن عذاب النار. اللهم تقبل منه جميع حسناته. اللهم تجاوز عن سيئاته. اللهم جاف القبر عن جنبيه. اللهم آمنه من الفزع الأكبر. اللهم اغفر له وارحمه واعف عنه وأكرم نزله ووسع مدخله واصله بالماء والثلج ونقه من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم أبدله دارا خيرا من داره وأهلا خيرا من أهله وزوجة خيرا من زوجته. اللهم أعذه من عذاب القبر ومن فتنته ومن عذاب النار. اللهم اجمعنا وإياهم في جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിനെയും അല്ലാഹു സുഖപ്രദമാക്കട്ടെ.